ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു ചായയുടെയും അതുകൂടാതെ ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ടോസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മസാല ചായ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ചായയാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ചായ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് ഞാനൊരു 3 ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3ഉം കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു 4 പീസ് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. പുതിനയുടെ ഇലയാണ്, ഒരു 4 പീസ് മതി. ഇത് നല്ലപോലെ ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണ് ആണ് ചായപ്പൊടി ഇട്ട് കൊടുത്തത്. അത് ഓരോ ചായപ്പൊടിക്ക് ഓരോ ഇതായിരിക്കും. സ്ട്രോങ് ഉള്ളതും കുറവുള്ളതും കൂടുതലുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ അത് നല്ലപോലെ തിളക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ചായയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി. ഷുഗർ കുറവ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചായയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പാലൊഴിച്ചതിന് ശേഷം കുറേ ടൈം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ടോസ്റ്റ് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ്. ബേസൻ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ബേസൻ പൗഡർ, നമ്മുടെ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂണാണ് ഇട്ടത് ഞാൻ. അതിലേക്ക് ഇനി വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ അത് എടുക്കാം. സ്പൈസി അത്ര വേണ്ടാന്നുള്ളവർക്ക് വേണം കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരല്പം മല്ലിയില ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് ലൂസാക്കി വെക്കണം. കാരണം നമ്മളിതിൽ കോഴിമുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴിമുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റില്ല. അതിനാണ് ആദ്യം തന്നെ വാട്ടർ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോഴിമുട്ട ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഈ ഒരു തിക്നെസ്സിൽ നിങ്ങൾ ആക്കി എടുക്കണം. നമ്മൾ ബേസൻ പോട്ടിലേക്ക് ഡയറക്റ്റ് കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ മിക്സാക്കാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമുക്കൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് മുഴുവനായിട്ടാണ് നിങ്ങൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്, അങ്ങനെ ചെയ്യാം. ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ചൂടായ പാനിനകത്തോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു ബ്രെഡ് ടോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പം നമുക്കിത് ഒരു സൈഡ് ആയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ ആയി വരും. എന്നിട്ട് നമുക്ക് മറ്റേ വശവും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം.
പെട്ടെന്ന് നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ബ്രെഡ് ടോസ്റ്റാണ്. സാധാ ബ്രെഡ് ടോസ്റ്റ് എന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇത്, നല്ലൊരു വ്യത്യാസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചായയും ഈ ബ്രെഡ് ടോസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.